അവരോടും ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം. ചന്ദ്രനിൽ പോകാൻ പ്രവാചകൻ ഉപയോഗിച്ച ആ ബുറാക്ക് ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് കഴുതയും കുതിരയും അല്ലാത്ത ഒരു രൂപം തന്നെയായി തിരഞ്ഞെടുത്തത്? അതിന് പെട്രോൾ അടിക്കണ്ടായിരുന്നോ? അതിനുവേണ്ടി, ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി മാത്രം അള്ളാഹു അയച്ചതാണോ ഈ ഒരു ബുറാക്കിനെ? മറ്റു പ്രവാചകന്മാർക്കൊക്കെ കൊടുത്ത വാഹനം ഏതായിരുന്നു? ഇതേത് വർഗത്തിൽപ്പെട്ട ജീവിയാണ്? എല്ലാ ജീവികളെയും ഇണകളായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഖുർആനില് ബുറാക്കിന് ഇണകളില്ലേ? ഒന്ന് ചോദിക്കണം. ഈ ബുറാക്ക് എന്ന് പറയുന്ന ജീവിയെ പിന്നീട് ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതോ അത് ചത്തുപോയോ? അതിന് വംശനാശം സംഭവിച്ചോ? ചോദിക്കണം. ഒരു യുദ്ധമുണ്ട് ഇസ്ലാമിൽ, ബദർ യുദ്ധം. വല്ലാത്തൊരു യുദ്ധമാണ് കേട്ടോ. ഈ ബദർ യുദ്ധത്തില് ശത്രു സൈന്യം എണ്ണം കൂടുതലായിരുന്നു. ആ ശത്രു സൈന്യത്തിന്റെ മനസ്സുകളിലേക്ക് അള്ളാഹു ഭയം ഇട്ടുകൊടുക്കാമെന്ന് ഖുർആനിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്തു. വിശ്വാസികൾക്കാകട്ടെ അള്ളാഹു ആത്മബലം, ആത്മവിശ്വാസവും മനക്കരുത്തും ഇട്ടുകൊടുക്കാമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ചെറിയ സംഘമാണെങ്കിലും പോയി കയറി കൊടുക്ക്, അവര് നിങ്ങളെ തീർത്തോളും. ശരി. ഈ യുദ്ധത്തില് ശത്രു സൈന്യത്തില് ആനകൾ ഉണ്ടായിരുന്നു. ഈ ആനകളെ വവ്വാലുകൾ കല്ലെറിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫീൽ എന്നാണ് അധ്യായത്തിന്റെ പേര് തന്നെ, ഫീൽ, ആന. അപ്പോ നിങ്ങളൊന്ന് ചോദിക്കണം, വരണ്ട ഭൂമിയില്, മരുഭൂമിയില് ആനകൾക്ക് ജീവിക്കാൻ സാഹചര്യമുണ്ടായിരുന്നു? ഈ വവ്വാലുകൾ പറക്കുന്ന കല്ലുകൾ ആനയെ എറിയാനോ? എന്നിട്ട് ഈ വവ്വാലിന്റെ ഏറുകൊണ്ട് ആനകളൊക്കെ പിടഞ്ഞു വീണു മരിച്ചോ? നമ്മുടെ സ്പീക്കറിന് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. സ്പീക്കർ പറഞ്ഞത് ഗണപതി മിത്താണെന്നാ. ആയിരക്കണക്കിന് മിത്തുകളെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് വിതറിത്തരാം. അതിനൊക്കെ നിങ്ങളൊന്ന് മറുപടി പറഞ്ഞു തന്നാ മതി. വവ്വാലുകൾ കല്ലുകൾ പെറുക്കി ആനകളെ എറിഞ്ഞപ്പോൾ, അത് വല്ലാത്തൊരു വവ്വാലും കല്ലുകളുമാണ് കേട്ടോ. ആനകൾ പിടഞ്ഞു വീണു മരിച്ചു, ചരിഞ്ചു. ശരി. പിന്നെ ഇപ്പോൾ ഹജ്ജ് നടക്കുന്ന സന്ദർഭമാണല്ലോ. ആ ഹജ്ജില് ഒരു കല്ലുണ്ട്, ഹജറുൽ അസ്വദ്. ഇന്നലെ ഞാനത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഹജറുൽ അസ്വദിന് എങ്ങനെയാണ് സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിന്റെ രൂപം വന്നത്? ആരാണത് വെള്ളി കൊണ്ട് കോർത്തിണക്കിയത്? ഈ യോനിക്കല്ലിനെ ചുംബിക്കുകയും അതിനെ ഒന്ന് തൊടുന്നതിന് വേണ്ടി, അതിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി, അതിൽ ഒന്ന് ചുംബിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് പണം ചിലവഴിച്ചു മക്കയിലേക്ക് ഈ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ടിട്ടും പോകുന്ന വിശ്വാസികള്, അവർക്ക് എങ്ങനെയാണ് ശിവലിംഗത്തെ ചുംബിക്കുന്നവരെ പറയാൻ പറ്റുന്നത്? എങ്ങനെയാണ് അവർക്കത് വിമർശിക്കാൻ പറ്റുന്നത്? അതായത് കറുത്ത കല്ലിനെ ചുംബിക്കുന്നവർ എങ്ങനെയാണ് ഇനി കറുപ്പോ വെളുപ്പോ ആകട്ടെ വേറൊരു കല്ലിനെ ചുംബിക്കുന്നവരെ എങ്ങനെ പറയും? അവർ വിഗ്രഹാരാധനയാണ് ചെയ്യുന്നതെങ്കിൽ ഹിന്ദുക്കള്, അതിനേക്കാൾ വലിയ വിഗ്രഹാരാധനകളല്ലേ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഅബ ഉൾപ്പെടെ വിഗ്രഹങ്ങളാ. അപ്പൊ നിങ്ങൾക്കതൊക്കെ ചെയ്യാമോ? പിശാചിന്റെ 3 രൂപങ്ങൾ, 3 സ്തൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രതീകാത്മകമായിട്ട് കല്ലെറിയാൻ വേണ്ടിയിട്ട്. ഇത്രയും കാലമായിട്ടും മനുഷ്യൻ വിദ്യാസമ്പന്നരായിട്ടും വിവര സാങ്കേതിക വിദ്യകൾ ഇത്ര കണ്ട് ഡെവലപ്പായിട്ടും ഇപ്പോഴും ഇബ്രാഹിം നബിയും അവിടെയില്ല, ഇസ്മായിൽ നബിയും അവിടെയില്ല, പിശാചു മാത്രം അവിടെയുണ്ടല്ലേ. അറുത്ത ആടുമില്ല, കല്ലുമില്ല,
ഓങ്ങിയ കത്തിയുമില്ല, പിശാചു മാത്രം അവിടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് കോടിക്കണക്കിന് ആളുകൾ ഫ്ലൈറ്റ് പിടിച്ചു പോയി കല്ലെറിയുകയാണ്. രസമാണിത് കേട്ടോ. പിശാച് എത്രയോ താഴെയായിരുന്നു കൊല്ലങ്ങൾക്ക് മുമ്പ്. നിങ്ങൾ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് ഫ്ലൈറ്റ് പോയി പിടിച്ചെറിഞ്ഞ് മുമ്പ് പൊരി വെയിലില് നിന്നിരുന്ന പിശാചിന്റെ പ്രതീകാത്മകമായ സ്തൂപങ്ങൾ ഇപ്പോൾ AC-യിലായി. നിങ്ങൾ എറിയും തോറും പിശാചു വളർന്നുകൊണ്ടേയിരുന്നു. ഇബ്ലീസ് പന പോലെ വളർന്ന പിശാചിനെ നോക്കി ഇപ്പോഴും നിങ്ങൾ താഴെ തന്നെയാണ് നിന്ന് കല്ലെറിയുന്നത്. സൂര്യൻ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. സൂര്യൻ എവിടെയാ അസ്തമിക്കുന്നത് എന്നൊന്ന് ചോദിക്കണം. നിങ്ങൾ സയൻസ് പഠിക്കുന്ന കുട്ടികളല്ലോ. സൂര്യൻ ഒരു അസ്തമയമുണ്ടോ? ആ ചെളിക്കുണ്ടിൽ നിന്നും പിറ്റേ ദിവസം കല്ലെടുത്ത് എറിഞ്ഞിട്ടോ കാന്തം എറിഞ്ഞിട്ടോ ആണോ പടച്ചോൻ ആ ചെളിക്കുണ്ടിൽ നിന്നും സൂര്യനെ പിടിച്ച് പൊക്കുന്നത്? ചെളിക്കുണ്ടിൽ അസ്തമിക്കുമല്ലേ? അല്ല, എല്ലാ കാലഘട്ടത്തിലും ഈ ചെളിക്കുണ്ടുണ്ടോ? വേനലൊക്കെ ആകുമ്പോൾ കാലാവസ്ഥ മാറില്ലേ എന്നുള്ളത് കൊണ്ട് ചോദിച്ചതാ. ഈ ചെളിക്കുണ്ട് അവിടെ നേരത്തെ തന്നെ ശ്രദ്ധിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അതിന്റെ കാലാവസ്ഥയൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തോന്നുന്നു. ശരി, ഈ 21-ാം നൂറ്റാണ്ടിലും കുല്ലുക്കും മിൻ ആദം വ ആദമു മിന തുറാബ് എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാ മനുഷ്യനും ആദമിൽ നിന്നാണെന്നും ആദമാകട്ടെ മണ്ണിൽ നിന്നാണെന്നും ഖുർആൻ പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അലിയാർ കാസിമി പറയുന്നു, ആദം നബിയുടെ ഭാര്യയായ ഹവ്വ 20 പ്രസവിച്ചു, 40 മക്കൾ, എല്ലാം ട്വിൻസ്. ഇവര് പരസ്പരം ലൈംഗിക വീഴ്ച നടത്തിയിട്ടാണ് അടുത്ത ജനറേഷനെ ഉണ്ടാക്കിയതെന്ന് പറയുന്നു. ഇൻസെസ്റ്റ് ഇല്ലെന്നും പറയുന്നു. ഒന്ന് ചോദിക്കാമോ നിങ്ങൾ ഇവരോട് ആരോടെങ്കിലും? ഞങ്ങൾ ചോദിച്ചാൽ പറയില്ല, അതുകൊണ്ടാ. നിങ്ങളൊന്ന് ചോദിക്കുമോ? ഒരേ അമ്മ പ്രസവിക്കുന്ന രണ്ടാമത്തെ ആകട്ടെ, ഒന്നാമത്തെ ആകട്ടെ, മൂന്നാമത്തെ ആകട്ടെ, ഒരേ അണ്ടവും ബീജവും തമ്മിൽ സങ്കലനം ചെയ്ത് പുതിയ ഒരു സൃഷ്ടി ഉണ്ടാകുന്നു. ആ മക്കൾ പരസ്പരം വിവാഹം കഴിച്ചിട്ട് അത് ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പോട്ടെ, ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ? ഇപ്പോ ഇവർക്കറിയാം, ദുർബല മനസ്കരായ പെൺകുട്ടികളെ മാത്രമേ ഇവർക്ക് വീഴ്ത്താൻ പറ്റൂ. അതുകൊണ്ടാണ് ഹൈന്ദവ കുടുംബങ്ങളിൽ ലിബറൽ ആശയത്തിൽ വളർന്നു വരുന്ന ആളുകളോട് പരലോകവും ഈ ബിംബങ്ങളെ സംബന്ധിച്ചും പ്രതിമകളെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞ് ഇവർ ഇസ്ലാമിനെ അവരുടെ മനസ്സുകളിലേക്ക് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത്. ചോദിക്കണം അവരോട് തിരിച്ച് ഇതുപോലെ ഒരു 4-5 ചോദ്യങ്ങൾ ചോദിച്ചാലുണ്ടല്ലോ, ഈ ചോദ്യങ്ങൾ ഇവർ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കും ഇവരുടെ മനസ്സുകളോട്, ഇവരറിയുന്നവരോട്. അപ്പോൾ ഉസ്താദുമാർക്ക് മനസ്സിലാകും, ഇനിയും പഴയതുപോലെയൊന്നും ഇവരോട് ചെലവാകത്തില്ല എന്നവർക്കും ബോധ്യപ്പെടും. അതുകൊണ്ട് അവരും റൂട്ട് മാറ്റിപ്പിടിക്കും. ഒന്നുമല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടെങ്കിലും ഇസ്ലാമിനെ വളർത്താനെങ്കിലും അവരൊന്ന് ശ്രമിക്കും. ഈ വിഡ്ഢിത്തരങ്ങളും വിവരക്കേടുകളും പറഞ്ഞുകൊണ്ട് ആ മുസ്ലിം കുട്ടികളുടെ മുമ്പിലേക്ക് പോകാൻ മുസ്ലിം പെൺകുട്ടികൾ ധൈര്യം കാണിക്കാതെയെങ്കിലും ഇരിക്കും.